ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സുകാരുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ ആണ്. എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഇസ് ഗിവൺ ബിലോ. ഇത് സ്റ്റേറ്റ്മെന്റ് റീസണിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ ന്യൂ പാറ്റേണിൽ കഴിഞ്ഞ പ്രാവശ്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റും റീസണും. നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇഫ് 8 liters of milk is filled in 8 identical bottles, each bottle contains 8/6 liters of milk. Then reason. 8/6 means 6 is equally divided by 8. Now examine the statement and reason. Find which is correct. Option A, both statement and reason are correct. Statement ഉം reason ഉം correct ആണ് എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. B, statement is wrong, reason is correct. ആ statement തെറ്റാണ്, reason correct ആണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ബി ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഡി ഉണ്ടാവേണ്ടതാണ്. ഡി ആണത്. ഡി, സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. ഓപ്ഷൻ നമുക്ക് ഡി ആക്കാം. പിന്നെ സി ഇവിടെ ഉണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. നോക്കാം നമുക്ക്. ഇതാണ്, ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ. സ്റ്റേറ്റ്മെന്റ് വായിക്കുക, റീസൺ വായിക്കുക. ചിലപ്പോൾ രണ്ടും കറക്റ്റ് ആവും, രണ്ടും തെറ്റാകാം. ഇപ്പൊ ഒന്ന് മാത്രം കറക്റ്റ് ചെയ്യില്ലേ, നോക്കാം നമുക്ക്. If 8 liters of milk is filled in 6 identical bottles, each bottle contain 8/6 liters of milk. അത് ശരിയാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം 8 ലിറ്റർ പാല് 6 കുപ്പിയിൽ നിറച്ചു കഴിഞ്ഞാൽ ആ 8 ലിറ്റർ പാലിനെ 6 കുപ്പികളിലേക്ക് ഡിവൈഡ് ചെയ്യുന്നത്, വിച്ച് മീൻസ് 8/6 ഉണ്ടായിരിക്കും ഓരോ ബോട്ടിലും. സോ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Then 8/6 means 6 is equally divided by 8. കറക്റ്റ് ആണത്. 8/6 എന്ന് പറഞ്ഞാൽ 6നെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യല്ലോ, 8നെ 6 ഐഡന്റിക്കലി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ റീസൺ തെറ്റാണ്. 8/6 എന്ന് പറഞ്ഞാൽ 8നെ 6 ആയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യലാണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്, ഇതല്ല. സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, അതല്ല. ദെൻ both statement and reason are not correct, അതുമല്ല. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി അവിടെ ഒളിഞ്ഞിരിക്കുക മീൻസ് അവിടെ ഒരു പ്രിന്റ് മിസ്റ്റേക്ക് ആണ് തോന്നുന്നത്. ഇതാണ് കറക്റ്റ്. ഏത്? സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ്. ഇതാണ് കറക്റ്റ് കേട്ടോ. അടുത്ത ചോദ്യം. ഡ്രോ എ റെക്ടാംഗിൾ ആൻഡ് ഷോ 3/5 പാർട്സ് ഓഫ് ഇറ്റ്. 1/3 പാർട്ട് ബൈ ഷെയ്ഡിങ് ഇറ്റ്. ഈ ഒരു ചോദ്യം നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ വരച്ചിട്ട് റെക്ടാംഗിളിനകത്ത് പാർട്സ് ഓഫ് പാർട്ട് നമുക്ക് പഠിക്കേണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഫ്രാക്ഷനെ ഒരു വേറെ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്തൊരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട്. ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ബുക്കിനകത്തുണ്ട്. നോക്കാം നമുക്ക്. ഡ്രോ എ റെക്ടാംഗിൾ, നമുക്ക് എന്ത് ചെയ്യും, റെക്ടാംഗിൾ വരയ്ക്കാം. ആൻഡ് ഷോ 3/5 അല്ലെ, അതായത് 5 കഷ്ണാക്കിയതിൽ 3 കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 5 പീസ് ആക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ 5 സെന്റിമീറ്റർ ആണ് റെക്ടാംഗിളിന്റെ ലെങ്ത് ആക്കി എടുക്കുന്നത്. നമുക്ക് എത്ര എടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് 5 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ 5 അല്ലെങ്കിൽ 5ന് മൾട്ടിപ്പിൾസ് എടുക്കുന്നത് നന്നാവുക. 5, 10, 15 എടുക്കാൻ നന്നാവുക. ഞാൻ ഇവിടെ ഒരു 3 സെന്റിമീറ്റർ എടുക്കുന്നുണ്ട്. ഞാൻ റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശരിക്കും സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. ഡ്രോ എ റെക്ടാംഗിൾ ആൻഡ് ഷോ 3/5 പാർട്സ് ഓഫ് ഇറ്റ്. ഇതിനെന്ത് ചെയ്യണം? 3/5 കാണിക്കണം. അപ്പൊ 5 ഈക്വൽ പാർട്സ് ഫസ്റ്റ് ഉണ്ടാക്കണം. 5 ഈക്വൽ പാർട്സ് ഉണ്ടാക്കാം. 5 ഈക്വൽ പാർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വരയ്ക്കുമ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ മാനുവലി വരയ്ക്കുന്നല്ലേ. ഓക്കെ, 5 ഈക്വൽ പാർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 5 ഈക്വൽ പാർട്സിലെ 3/5 കാണിക്കാൻ പറഞ്ഞു. ഇതാണ് 3/5 അല്ലേ, 5ൽ 3 ഭാഗം 3/5. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് ഷെയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ് കേട്ടോ. ഓക്കെ, 3/5 ആണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ച 3/5 കേട്ടോ. 3/5 ഇത്ര ഭാഗമാണ് 3/5. ഓക്കെ, ദെൻ ആ 3/5ന്റെ 1/3 ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. റെക്റ്റാംഗിൾ വരച്ചു. ആ റെക്റ്റാംഗിളിലെ
1 2 3 4 5 ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൽ 3/5 കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഈ ആ ഭാഗം മാത്രം കാണിക്കാൻ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇതാണ് 3/5. കാരണം എന്താ, ഇവിടെ 1 2 3 4 5 കണ്ടോ, 3/5 നടുക്കുള്ള 3 വരകളെ മായ്ച്ചു കളഞ്ഞതാ. ഇവിടെ ഒരു വര ഉണ്ടായിരുന്നു, അത് മായ്ച്ചു കളഞ്ഞു. ഇവിടെ വര ഉണ്ട്, മായ്ച്ചു കളഞ്ഞു. ശരിക്കും ഇത് അങ്ങനെയാണ് കാണിക്കുന്നത്. 3 1 2 3 ഇതില്ല. ഇതാണ് 3/5, 5ൽ 3 ഭാഗം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആ വരകളൊന്ന് മായ്ക്കുന്നുണ്ട്. 3/5 ആണ് കാണിക്കുന്നത്. ഓക്കെ, 3/5 ആണ് ഈ കാണുന്നത്. ആ 3/5ന്റെ 1/3 ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. 3/5ന്റെ 1/3. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഭാഗത്തിനെ 1/3 ഷെയ്ഡ് ചെയ്യണമെങ്കിൽ 3 കഷ്ണാക്കണ്ടേതാ. 1 3 ഈക്വൽ പാർട്സ് ആക്കണേ. 1 2 3. അതിൽ 1/3 ഷെയ്ഡ് ചെയ്യാം. ഇതാ 1/3 ഷെയ്ഡ് ചെയ്തു. 1/3 ഷെയ്ഡ് ചെയ്തു. ഇതാണ് 3/5 ചെയ്തിട്ട് ആ 3/5ന്റെ 1/3 ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാലുള്ള അവസ്ഥ. ഓക്കെ, നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ട്. നമുക്കറിയാം 3/5ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 3/5ന്റെ 1/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 1 3, 5 × 3 15. 3/15 ആണ്. 15 കഷ്ണം ഉണ്ടായിരുന്നെങ്കിൽ ആ 15 കഷ്ണത്തിലെ 3 എണ്ണം ഷെയ്ഡ് ചെയ്യണം. നോക്കാം, നമുക്ക് ഇവിടെ ആ 15 കഷ്ണം ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ചുവപ്പാണ് മാർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ഈക്വൽ പാർട്സ് ഉണ്ടാവുക. ഞാൻ നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 കഷ്ണം ഉണ്ട്. ആ 15 കഷ്ണത്തിലെ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ 3 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 15 3 എണ്ണം ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിനോട് ഈക്വൽ ആണ് ഈ കാണിക്കുന്നത്? ഇതാണ് നമ്മുടെ 3/5ന്റെ 1/3. 3/5ന്റെ 1/3. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചിന്തിക്കാനൊക്കെ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ആദ്യം ഈ 3/5 × 1/3 കണ്ടുവെക്കുക. അപ്പൊ 3/15 കിട്ടും. 3/15 കിട്ടും. അപ്പൊ നിങ്ങൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് റെക്റ്റാങ്കിളിനെ 15 കഷ്ണാക്കി മുറിക്കുക. അതിലെ 3 എണ്ണം മാത്രം ഷെയ്ഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഇങ്ങനത്തെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഫ്രാക്ഷൻ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 3/5 കാണിക്കുക. റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിലെ 1 2 3 4 5 അല്ലേ, 5 കഷ്ണാക്കിയിട്ടുണ്ട്. ആ 5 എണ്ണത്തിലെ 3 എണ്ണമാണ് ഈ കാണിക്കുന്നത്. അതാണ് 3/5 എന്ന് പറയുന്നത്. ബാക്കി 2/5 അവിടെ ഉണ്ട്. 3/5 കാണിച്ചു. ആ 3/5ന്റെ 1/3 ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനെ 3 ഈക്വൽ പീസ് ആക്കുക. അതിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. എളുപ്പല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എ റെക്ടാങ്കുലാർ ഷേപ്ഡ് പ്ലോട്ട് ഈസ് 384 സ്ക്വയർ മീറ്റർ. ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള ഒരു പ്ലോട്ടിന്റെ ഏരിയ 384 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. There is a garden inside the plot. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Inside the plot which has an area of 5/12 parts of the plot. അങ്ങനെയാണെങ്കിൽ find the area of the garden. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലെ ഒരു ടൈപ്പാണ്. റെസിപ്രോക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ നോക്കി നിങ്ങൾ, റെസിപ്രോക്കലും ഫ്രാക്ഷൻസ് ഒക്കെ മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇത് റെസിപ്രോക്കൽസ് എന്ന ക്വസ്റ്റ്യൻ ആണ്. റെസിപ്രോക്കൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ക്ലാസ്സിനകത്ത് 27 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ 27 എന്ന് പറയുന്നത് മൊത്തം ക്ലാസ്സിന്റെ ഇത്ര ഭാഗമാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിനകത്തുണ്ട്. അതേ ടൈപ്പ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. നോക്കിക്കോളൂ, ടെക്സ്റ്റ് ബുക്കിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു അല്ലേ. ഒരു ക്ലാസ്സിനകത്ത് 27 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ 27 കുട്ടികൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ 5/6 ആണ്. അങ്ങനെ എന്തോ പറയും അല്ലേ. എന്നിട്ട് നേരെ ഈ ടോട്ടൽ സ്റ്റുഡൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 5/6 ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 6 എല്ലാം പോയോ? ഇവിടെ എന്തുണ്ടാവും? 6/5 കൊണ്ട് മൾട്ടിപ്ലൈ 6/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചത് നമ്മൾ അല്ലേ. ഇവിടെ ഈ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണമാണ് കൂടുതൽ. അതിന്റെ 5/6 പാർട്ട് 27 എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ബുക്കിനകത്തുണ്ട്. ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. നോക്കാം. ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഷേപ്ഡ് പ്ലോട്ട് ഈസ് 384. ആ റെക്ടാങ്കുലർ ഷേപ്പിന്റെ പ്ലോട്ടിന്റെ ഏരിയ 384 സ്ക്വയർ മീറ്റർ ആണ്.
ദർ ഇസ് എ ഗാർഡൻ ഇൻസൈഡ്, അതിനകത്താണ് എന്തുള്ളത്, ഒരു ഗാർഡൻ ഇല്ലേ. അപ്പൊ ഗാർഡന്റെ ഏരിയ ആണോ അതോ നമ്മുടെ റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഏരിയ ആയിരിക്കും വലുതുണ്ടായിരിക്കുക? ഉറപ്പായിട്ടും റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഏരിയ ആയിരിക്കും വലുത്, കാരണം അതിനകത്താണ് ഗാർഡൻ ഉള്ളത്. അപ്പൊ ഗാർഡന്റെ ഏരിയ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഗാർഡൻ, ഗാർഡന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഈ വലിയ പ്ലോട്ടിന്റെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വലിയ പ്ലോട്ടിന്റെ 5/12 ആണ് ഗാർഡന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ നമ്മുടെ ഗാർഡന്റെ നേരെ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക അല്ലെ, ഗാർഡന്റെ 12/5 ആയിരിക്കും നമ്മുടെ വലിയ പ്ലോട്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ നമ്പറിനെ ഇതുകൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കാം നമുക്ക്. 384 into 5/12. 384 into 5 എന്ന് പറഞ്ഞാൽ 1920 ആണ്. which divided by 12 is equal to 160. 160 സ്ക്വയർ മീറ്റർ. ഇതായിരിക്കും ആ ഗാർഡന്റെ പ്ലോട്ടിന്റെ ഏരിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ത്വര ഉണ്ടായിരിക്കും. ഇവിടെ 384 എഴുതാം, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുക സാധനം ഇതിന്റെ ഇതാണ് 5/12. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ 12/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കിട്ടും തോന്നും. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാറ്റേണിന്റെ ടൈപ്പ് ഉണ്ടായത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് ആ വലിയ റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയ ആണ് 384. ഈ ഗാർഡന്റെ ഏരിയ നമുക്ക് അറിയില്ല. പകരം എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വലിയ പ്ലോട്ടിന്റെ വിച്ച് ഹാസ് ആൻ ഏരിയ ഓഫ് 5/12 പാർട്ട് ഓഫ് ദി പ്ലോട്ട്. ആ പ്ലോട്ടിന്റെ 5/12 ആണ് ഗാർഡന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാർഡന്റെ ഏരിയന്റെ 12/5 ആയിരിക്കും ഈ വലിയ പ്ലോട്ടിന്റെ ഏരിയ ഉണ്ടാവുക. എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പറിനെ ഇതുകൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കൊടുത്ത ആൻസർ കിട്ടും. ഇനി നമുക്ക് കിട്ടിയ ഉത്തരം കറക്റ്റ് ആണോ നോക്കാനുള്ള വഴി എന്തായിരുന്നു? ഇവിടെ നമുക്ക് 160 ആൻസർ കിട്ടില്ലേ. ഇനി ഈ 160നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, ഇതും കിട്ടണം. ചെയ്ത് നോക്കാം നമുക്ക്. 160 into 12/5. 160 into 12/5 നോക്കാം. 160 into 12 1920, which divided by 5 is equal to 384. റെസിപ്രോക്കൽ അങ്ങനെ ഗുണമുണ്ട്, ചെയ്ത ഉത്തരം കറക്റ്റ് ആണോ നോക്കാനുള്ള വഴി കൂടി റെസിപ്രോക്കലിനകത്തുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ആ പാറ്റേണിലല്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടുത്തെ നമ്പർ ചോദിച്ചു, ഇവിടുത്തെ ചോദിച്ചു, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഈ ഒരു വാക്കിന്റെ അർത്ഥം ഇൻസൈഡ് ഗാർഡൻ എന്ന് പറയുന്നത് ഈ വലിയ പ്ലോട്ടിനകത്താണ് ഗാർഡൻ. അപ്പൊ എന്തായാലും ഗാർഡന്റെ ഏരിയ എന്തായിരിക്കും, ചെറുതായിരിക്കും. ആരെ സംബന്ധിച്ച്, ഈ റെക്ടാങ്കുലർ പ്ലോട്ട് സംബന്ധിച്ച് ആ ഗാർഡന്റെ ഏരിയ ചെറുതായിരിക്കും. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിനകത്ത് ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2.